ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ചക്ക വേവിച്ചതും പിന്നെ ചക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ ചക്ക വേവിക്കാനായിട്ട് അരിഞ്ഞ് കുറച്ച് പാകത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൂടെ വെച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ആവശ്യമുള്ളത് അരിപ്പാണ്. അതിന് കറിവേപ്പില വേണം, തേങ്ങ, പിന്നെ അതിനകത്തോട്ട് കറിവേപ്പില കുറച്ച് വേവിക്കുന്നതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ നാട്ടിൽ വീട്ടിലെ മഞ്ഞൾപ്പൊടിയാണ്, അത് അത്ര കളർ കേട്ടോ, വാങ്ങിച്ചതൊന്നുമല്ല. പിന്നെ കുറച്ച് മുളക് പൊടി. ഓക്കെ, ആവശ്യത്തിന് എരി നോക്കിയിട്ട് വേണം മുളക് പൊടി എടുക്കുന്നത്. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്. ഓക്കെ, കുരുമുളക്, പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയും കൂടെ ചതച്ചാൽ നല്ല ബെസ്റ്റായിരിക്കും. ഇതെല്ലാം കൂടെ ചതച്ച് അരപ്പ് മേളിയിട്ട് ഒന്നും കൂടി കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കണം. വെന്ത് വന്നു. ഇതാണ് നമ്മുടെ ചക്ക വേവിച്ച്. ഇതിനി ഉടച്ചെടുത്താൽ മതി. ഇനി അടുത്തത് നമ്മുടെ ചക്ക ഉപ്പേരിയാണ്. അപ്പോൾ കുറച്ചെടുത്ത് ഉപ്പേരി വേവിക്കാം. അപ്പോൾ അതിന് നമ്മുടെ റിഫൈൻഡ് പാം ഓയിലാണ് ഇവിടെ വയ്ക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് പാം ഓയിൽ തന്നെ വേണമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്, പക്ഷേ വെളിച്ചെണ്ണയുടെ വില നോക്കിയപ്പോൾ ടേസ്റ്റ് ഇച്ചിരി കുറഞ്ഞിരുന്നാൽ മതിയെന്ന് വിചാരിച്ചു. നിങ്ങൾ വെളിച്ചെണ്ണയിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. ഓയിൽ മൂത്തോന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ട് നട്ട് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു മൂത്തില്ല, കുറച്ചും കൂടെ ചൂടാവണം. കുറച്ചുകൂടെ തീ കൂട്ടിയിട്ടിട്ടുണ്ട്. കുറച്ച് തീ കുറച്ചും കൂടി തീയിട്ട് ഇപ്പം നല്ലപോലെ എണ്ണയൊക്കെ മൂത്ത് വരുന്നുണ്ട്. നല്ലപോലെ എണ്ണ മൂത്തതിന് ശേഷം മാത്രമേ ഇടാവൂ കേട്ടോ, ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല ചക്ക. ഒന്ന് വഴുവഴുവഴാന്ന് ഇരുന്ന് പോകും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നല്ലപോലെ ഒന്ന് വെട്ടിത്തിളയ്ക്കുന്നുണ്ടോ. അതിന് കുറച്ച് നേരം ഒന്ന് കണ്ടപ്പോൾ വെച്ചൊക്കെ ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വേവ് എല്ലായിടും ഒരുപോലെ അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപോലെ മൂത്ത് വരണം. ഓക്കെ, ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേനും നമുക്ക് വാരാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കെടുക്കാം. അതതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നല്ല വീർത്ത് വന്നിട്ടുണ്ട്. നല്ല ഒരുപാട് വിളഞ്ഞ് ചുളയും അല്ല, അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ നല്ല വറക്കാൻ പാകത്തിനുള്ള ചുളയായിരുന്നു കേട്ടോ. പിന്നെ മഞ്ഞ കളറിന് വേണം ചിലവർ മഞ്ഞൾപ്പൊടി ചേർക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഓക്കെ, മഞ്ഞൾപ്പൊടി വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പരുവത്തിന് ആക്കി എടുത്തപ്പോഴത്തേക്കും നമ്മൾ വാങ്ങിയെടുത്തു. ഈ ഒരു പരുവം ഇത് കൂടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിന് എടുത്തെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് കുറച്ചും കൂടെ കളറ് മാറി കഴിയുമ്പോൾ